മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കരുണ അങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. കരഞ്ഞുകൊണ്ട് വരുന്ന കണ്ണനെയും മഹാലക്ഷ്മിയെയും കാത്തു നിൽക്കുകയാണ്. ആ സുന്ദര മുഹൂർത്തം ഫസ്റ്റ് തന്നെ കരുണയ്ക്ക് കാണണം. അതേസമയം ദുർഗ ചോദിക്കുന്നുണ്ട്, എന്താടി നീ പതിവിലും കവിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിക്കേ വെറുതെയാണ് എന്ന് പറയണം കേട്ടോ. അതിനുശേഷം ലേഖ മഹിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കുകയാണ്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, എങ്കിലും നിൻ്റെ കുഞ്ഞല്ലേ, നീ കൊണ്ടുപോകണം. പക്ഷേ അവിടെ പോയിട്ട് നല്ല പോലെ ശ്രദ്ധിക്കണം, കാരണം അവിടെ വെറും ശത്രുക്കളാണ്, മോളെ പൊന്നുപോലെ നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ടാണ് മനസ്സില്ലാ മനസ്സോടെയാണ് ലേഖ കുഞ്ഞിനെ കൊടുക്കുന്നത്. പിന്നീട് കരുണ നോക്കി നിൽക്കുമ്പോൾ തന്നെ കാർ ഗേറ്റ് കടന്ന് വരികയാണ്. അത് കണ്ടതും കരുണ ഓടി താഴത്തേക്ക് വരികയാണ്. കാരണം കരഞ്ഞുകൊണ്ട് വരുന്ന മഹിയെയും കണ്ണനെയും കുഞ്ഞിനെ എടുത്ത് വരുന്നത് കാണണം. ഓടിപ്പോയി നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് കണ്ണനും മഹിയും കൂടി ഇറങ്ങി വരും. അത് കാണുമ്പോൾ കരുണയ്ക്കാകെ മാനസികമായിട്ട് സങ്കടം വരികയാണ്. അവർ വന്നതറിഞ്ഞ് ദുർഗ അങ്ങോട്ടേക്ക് ഓടി വരികയാണ് കേട്ടോ. ഓടി വന്നതും മഹി കുഞ്ഞിനെ ദുർഗയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ദുർഗയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ദുർഗ സ്നേഹത്തോടു കൂടി മഹിയെയും കണ്ണനെയും അകത്തേക്ക് വിളിക്കുകയാണ്. ആ കുഞ്ഞിനെ കൊഞ്ചിക്കുകയാണ്. അത് നോക്കി നിൽക്കുകയാണ് കരുണ. ദുർഗയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കുകയാണ് കേട്ടോ. കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അത് കാണുമ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട് കരുണയോട്, എന്താടി നീ കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കണേ. ഒന്നുമില്ല, എന്താ നിൻ്റെ മുഖം വീർത്തിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, മഹി നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നത് അവൾക്ക് ഇഷ്ടമായിട്ടില്ല, അതാണ് അവളുടെ മുഖം എങ്ങനെ ഇരിക്കുന്നത് എന്ന് ദുർഗ പറയുകയാണ്. അങ്ങനെയൊന്നുമില്ല അമ്മേ എന്ന് കരുണ പറയുകയാണ് കേട്ടോ. പിന്നീട് ലേഖയും അനന്തവും കൂടിയിട്ട് അനന്തു ലേഖയെ ആശ്വസിപ്പിക്കുകയാണ്. ലേഖ ഒരേ കരച്ചിലാണ് കേട്ടോ. ലേഖയ്ക്ക് സഹിക്കുന്നേ ഇല്ല. ലേഖയെ മഹാലക്ഷ്മിക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു, അതുകൊണ്ട് മാത്രമാണ് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അത് ഇത്ര വലിയൊരു ആപത്താവുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയുമ്പോൾ ലേഖ ചോദിക്കുന്നുണ്ട്, ആപത്തോ? അതെ, നിൻ്റെ മാനസിക നില തന്നെ നിൻ്റെ തകരാറായി, നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട്, സാരമില്ല അനന്തേട്ടാ, അത് ശരിയായിക്കോളും കുറച്ച് കഴിയുമ്പോൾ, ആ കുഞ്ഞിനെ എനിക്ക് പിരിയാൻ അത്രയ്ക്ക് വിഷമമാണ് എന്ന് പറയുകയാണ്. ലേഖയെ അനന്തവും ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. പക്ഷേ ആ കുഞ്ഞുമോളെ ആരെന്ത് ചെയ്തെങ്കിലും അവർക്ക് തക്കതായ ശിക്ഷ ദൈവം കൊടുക്കുന്നുണ്ട്. ഈ സമയം ജാനമ്മയുടെ മോൻ വെന്റിലേറ്ററിൽ അത്യാസന്ന നിലയിൽ കിടക്കുകയാണ് കേട്ടോ. കാരണം ഈ കുഞ്ഞുമോൾക്ക് കൊടുത്തത് വിഷമാണല്ലോ. ആ വിഷം ശരിക്കും അയാളുടെ മേലെ കയറിയിരിക്കുകയാണ് കേട്ടോ. ഈ കുഞ്ഞിനെ ആരെന്ത് ചെയ്താലും ആ കുഞ്ഞിനെ ഒന്നും ഏൽക്കില്ല, കാരണം ആ കുഞ്ഞ് ദൈവീക ശക്തിയുള്ള കുഞ്ഞാണ്. എന്തായാലും ശരി, നമുക്ക് വൈകുന്നേരത്തെ എപ്പിസോഡുമായി വീണ്ടും കാണാം. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.